മഴതോരും മുമ്പേടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്കാട്ടോ ഇന്ന് നമ്മൾ പോകുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ നിങ്ങളെല്ലാവരും കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു എപ്പിസോഡാണ് തൻ്റെ അമ്മ സ്വന്തം മകളെ തിരിച്ചറിയുന്ന ഒരു എപ്പിസോഡ്. അതായത് വൈജയന്തി അലീനെ തിരിച്ചറിയുന്ന രംഗങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അങ്ങനെ ഒടുവിൽ ബാലചന്ദ്രൻ തീരുമാനിക്കുന്നുണ്ട് അലീനയെ അവളുടെ സ്വന്തം അച്ഛൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കാമെന്ന് തന്നെ. കാരണം അലീന ആ വീട്ടിൽ കിടന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങളെല്ലാം ബാലചന്ദ്രൻ കാണുന്നുണ്ട്. നാൾക്ക് നാൾ കഴിയും തോറും വൈജയന്തിക്ക് അലീനയുമായിട്ടുള്ള ശത്രുത കൂടുന്നതല്ലാതെ അവൾക്ക് യാതൊരു സ്നേഹവുമില്ല. ഒരമ്മയ്ക്ക് മകളോട് തോന്നേണ്ട യാതൊരു സ്നേഹവും ഇതുവരെയായിട്ടും വൈജയന്തിക്ക് തോന്നിയിട്ടുമില്ല. അപ്പോൾ ബാലചന്ദ്രൻ ചിന്തിക്കുന്നുണ്ട്, ഇനി അവളെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല. ഓരോ ദിവസം കഴിയും തോറും ആ പാവം കൊച്ചുപെണ്ണ് എന്തെല്ലാം ക്രൂരതകളാണ് തൻ്റെ സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്നും സഹോദരങ്ങളുടെ കൈകളിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്നത് എന്നാലോചിക്കുമ്പോൾ അവസാനം ബാലചന്ദ്രൻ ലാലച്ചനെ കണ്ടെത്താൻ തന്നെ ശ്രമിക്കുകയാണ്. അങ്ങനെ മാമച്ചൻ്റെയും ഗ്രേസിയമ്മയുടെയും സഹായത്തോടു കൂടി ഒരുപാട് നാളത്തെ അന്വേഷണത്തിന് ശേഷം അങ്ങനെ ലാലച്ചനെ കണ്ടെത്തുകയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ ആദ്യമായിട്ട് ലാലച്ചനെ കാണുന്ന സമയം, അതായത് സ്റ്റാൻലിയെ കാണുന്ന സമയത്ത് ബാലചന്ദ്രൻ്റെ കൺട്രോൾ അങ്ങ് പോവുകയാണ്. കാരണം തൻ്റെ ഭാര്യ, താൻ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന, തൻ്റേതെന്ന് മാത്രം വിശ്വസിച്ചിരുന്ന തൻ്റെ ഭാര്യയ്ക്ക് കല്യാണത്തിന് മുമ്പ് ഒരു പുരുഷനുമായി സ്നേഹബന്ധം ഉണ്ടാവുക, അതിലൊരു കുഞ്ഞുണ്ടാവുക ഒരിക്കലും ഒരു ഭർത്താവിനെ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത, തൻ്റേതെന്ന് മാത്രം വിശ്വസിച്ചിരുന്ന അവളുടെ മുൻ കാമുകൻ ഇപ്പോൾ അടുത്ത് നിൽക്കുന്നു. അയാൾക്കാണെങ്കിൽ വല്ലാത്ത ഒരു സങ്കടമുണ്ട്, നെഞ്ചൊക്കെ പൊട്ടിപ്പോകുന്ന വേദനയുണ്ട്. എന്നിട്ട് ലാലച്ചനോട് പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണാൻ വന്നത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. നിങ്ങൾക്ക് വൈജ എന്ന് പറയുന്ന സ്ത്രീയെ അറിയാമല്ലോ അല്ലേ? അപ്പോൾ വൈജ എന്ന് കേൾക്കുമ്പോഴും ലാലച്ചന് വല്ലാതൊരു ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ലാലച്ചൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്? അത് വൈജയന്തിയുടെ ഇപ്പോഴത്തെ ഭർത്താവാണ്. അപ്പോൾ ലാലച്ചന് അത് കേൾക്കുമ്പോൾ വല്ലാതെ ഒരു ടെൻഷനും, ഇനി ലാലച്ചനെ ഉപദ്രവിക്കാൻ വന്നതാണോ, വൈജയന്തിയുടെ പഴയ കഥകൾ അറിഞ്ഞിട്ട് വന്നതാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ലാലച്ചൻ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഒരു യുദ്ധത്തിന് വന്നതല്ല, നിങ്ങളോട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങൾക്ക് വൈജയന്തിയിലൊരു കുഞ്ഞുണ്ടായിരുന്നില്ലേ? അവൾ ഗർഭിണിയായിരുന്ന സമയത്തല്ലേ നിങ്ങൾ നാട്ടിലോട്ട് പോകുന്നത്? എന്നിട്ട് അവളെ ചതിച്ചു കളഞ്ഞിട്ടല്ലേ നിങ്ങൾ തിരിച്ച് മറ്റൊരു വിവാഹം കഴിച്ചത്? അപ്പോൾ ലാലച്ചൻ ആ സത്യങ്ങളെല്ലാം തുറന്ന് പറയുന്നുണ്ട്. ഒരിക്കലുമല്ല, അവൾ ഗർഭിണിയാണെന്നറിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നു. തിരിച്ചു പോകാൻ നിന്ന സമയത്താണ് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടാവുന്നത്. പക്ഷേ എനിക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. 4-5 മാസങ്ങൾക്ക് ശേഷം ഞാനൊന്ന് എഴുന്നേറ്റ് നടക്കാറായപ്പോൾ തന്നെ വൈജയന്തി അന്വേഷിച്ച് ഞാൻ ആഗ്രയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെല്ലുന്ന സമയത്താണ് അവളുടെ ഫ്രണ്ട്സ് പറയുന്നത് അവൾ അവിടെ നിന്നും പോയി എന്ന്. തിരിച്ച് അവളുടെ വീട്ടിലേക്ക് അന്വേഷണത്തിന് വന്ന സമയത്താണ് നിങ്ങൾ തമ്മിലുള്ള വിവാഹത്തെപ്പറ്റി ഞാൻ അറിയുന്നത് തന്നെ. വൈജയന്തിക്ക് അന്ന് ഒരു കുഞ്ഞ് പ്രസവിച്ചു എന്നുള്ള കാര്യം പോലും എനിക്കറിയില്ലായിരുന്നു. എൻ്റെ കുഞ്ഞിനെ ചിലപ്പോൾ കൊന്നു കളഞ്ഞേക്കാമെന്നോ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാതാക്കി കളഞ്ഞേക്കാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എൻ്റെ കുഞ്ഞിനെ അവൾ ഒരിക്കലും പ്രസവിച്ച് കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവൾക്ക് എന്നോട് തീരാത്ത ദേഷ്യം കാണും. പക്ഷേ ഒരിക്കലും ഞാൻ അറിഞ്ഞുകൊണ്ട് അവളെ വഞ്ചിച്ചിട്ടില്ല. നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഒരുക്കിയതിന് ശേഷമാണ് ഞാൻ ആഗ്രയിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയത്. അന്നവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു. എനിക്കറിയില്ല അവളെ പിന്നെ ആരാണ് നാട്ടിലേക്ക് എത്തിച്ചതെന്നൊക്കെ. അവൾ പിന്നെ പ്രസവിച്ചോ, എന്താണ് സംഭവിച്ചത് ഒന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ അവസാന നിമിഷം ഞാൻ കണ്ട സമയത്ത് നിങ്ങൾ അവളുടെ കാര്യത്തിൽ താലി കെട്ടുന്നതും നിങ്ങളുടെ കല്യാണ ഫോട്ടോയൊക്കെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ആ ഒരു അവസ്ഥയിൽ ഞാൻ അവളെ വന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ ജീവിതം വീണ്ടും നശിച്ചു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് വരാതെ ഞാൻ ഒഴിഞ്ഞു മാറിയത്. അല്ലാതെ ഞാൻ അവളെ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് വഞ്ചിച്ചതല്ല. ബാലചന്ദ്രൻ ആ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് പറയുന്നുണ്ട്, ഇനി ആ കഥകളൊന്നും പറയണ്ട, അതൊക്കെ കഴിഞ്ഞു പോയ കഥകളല്ലേ. ഞാനും ഒരു വിഡ്ഢി, ഒന്നും അറിയാതെ കഥ കാണാൻ നിന്നവൻ. ഒരുപാട് സ്നേഹിച്ചു അവളെ. 3 മക്കൾക്ക് അവൾ ജന്മവും തന്നു. ഇതൊന്നും അവളുടെ താല്പര്യം കൊണ്ടായിരുന്നില്ല എന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. ഞാനിപ്പോൾ വന്നത് ആ കുട്ടിയെ നിങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കാനാണ്. അപ്പോൾ ലാലച്ചൻ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിപ്പോൾ ജീവനോടെ ഇരിപ്പുണ്ടോ? അത് എനിക്ക് കാണണം, എൻ്റെ കുഞ്ഞിനെ കാണണം ബാലചന്ദ്ര. ഞാൻ ഒരുപാട് അന്വേഷിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ കുഞ്ഞ് മരിച്ചു പോയി എന്നാണ്. എൻ്റെ കുഞ്ഞിപ്പോൾ ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ എനിക്ക് കാണണം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ അവളെ കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം, നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം അവളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മകളെ ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടല്ലോ അല്ലേ? ഞാൻ എൻ്റെ മകളെ പോലെയാണ് അവളെ വളർത്തിയത്. പക്ഷേ വൈജയന്തിക്ക് ഞാനും അവളും തമ്മിലുള്ള ആ ഒരു ബന്ധം ഒരു അച്ഛൻ മകൾ ബന്ധത്തിൽ കാണാൻ കഴിയുന്നില്ല. അവൾക്കൊരിക്കലും ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. സ്വന്തം മകളാണെന്ന് അവൾ ഇതുവരെയും അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ ലാലിച്ചൻ പറയുന്നുണ്ട്, എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം ബാലചന്ദ്ര, എവിടേക്കാണ് ഞാൻ വരേണ്ടത്? അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, ഞാൻ നാളെ തന്നെ അവളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരാം. അങ്ങനെ അതിനെ തുടർന്ന് ബാലചന്ദ്രൻ അലീനയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ച ശേഷം സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അലീനയെ ആദ്യ നിമിഷം കാണുന്ന സ്റ്റാൻലിക്ക് വലിയ സന്തോഷമാണ് ഉണ്ടാവുന്നത്. തൻ്റെ സ്വന്തം അച്ഛനെ ആദ്യമായിട്ട് കാണുന്ന അലീനയ്ക്കും മനസ്സിൽ വല്ലാത്ത സന്തോഷമുണ്ട്. പക്ഷേ അവൾ തൻ്റെ സ്വന്തം അച്ഛനേക്കാളേറെ സ്നേഹിക്കുന്ന ബാലചന്ദ്രനെ വിട്ടുപോകാനായിരുന്നു അവൾക്ക് സങ്കടം. എന്നിട്ടും ബാലചന്ദ്രൻ്റെ നിർബന്ധപ്രകാരം അവളെ ലാലച്ചന് കൈമാറി. ആ സമയത്ത് ലാലച്ചൻ പറയുന്നുണ്ട്, ഒരിക്കലും എനിക്ക് ഇവളെ മകളായിട്ട് കാണിക്കാൻ കഴിയില്ല. എൻ്റെ വീട്ടിലെ എനിക്കൊരു സഹോദരിയുണ്ട്. അവൾക്ക് അവളുടെ ജീവിതത്തിലുണ്ടായ 1-2 സംഭവങ്ങൾ കാരണം അവൾ ആകെ തളർന്ന് അവൾക്കിപ്പോൾ മാനസിക നില തെറ്റിയ അവസ്ഥയിലാണ്. അവളെ നോക്കാനെന്നുള്ള നിലയിൽ ഞാനൊരു പെൺകുട്ടിയെ അന്വേഷിച്ചിരുന്നു. ആ ഒരു ഇതിൽ മാത്രമേ എനിക്ക് അലീനയെ അവിടെ കൊണ്ട് കാണിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ എൻ്റെ മകളായിട്ട് എനിക്ക് എല്ലാവരുടെയും മുമ്പിലും കാണിക്കാൻ കഴിയില്ല. പക്ഷെ ഒരിക്കലും ഞാൻ അവളെ ഒരു വേലക്കാരിയായിട്ട് നിർത്തില്ല. എൻ്റെ മകളെപ്പോലെ തന്നെയായിരിക്കും കാണുന്നത്. ഇതിപ്പോൾ ബാക്കി എല്ലാവരുടെയും മുന്നിൽ അവളെ നോക്കാൻ വന്ന ഒരു പെൺകുട്ടിയായിട്ടേ എനിക്ക് കാണിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ അവസാനം അലീന ലാലിച്ചിൻ്റെ കൂടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് ലാലിച്ചിൻ്റെ സഹോദരിയെ കാണുമ്പോഴാണ് ഞെട്ടലോടെ അവൾ ആ സത്യം മനസ്സിലാക്കുന്നത്. അത് രേവതിക്കുട്ടി താമസിക്കുന്ന വീട്ടിലെ മാമച്ചൻ്റെയും ഗ്രേസിയുടെയും മരുമകളായ ഷെറിനായിരുന്നു. രേവതിക്കുട്ടിയുടെ വീട്ടിൽ പോയ സമയത്ത് 1-2 പ്രാവശ്യം ഷെറിൻ്റെ ഫോട്ടോ ഗ്രേസി അലീനയെ കാണിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അവൾ ആ ഞെട്ടലോടെ സത്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനുശേഷം ചിന്നുകുട്ടിയെ കണ്ടുപിടിക്കുന്നതും ചിന്നുകുട്ടി ഗ്രേസിയുടെയും മാമച്ചൻ്റെയും കൊച്ചുമോളാണെന്നും അവസാനം തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തിരിച്ച് ബാലചന്ദ്രൻ അലീനെ അവിടെ വിട്ടിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് വല്ലാതെ ഒരു വിഷമമാണ്. നെഞ്ചിനകത്ത് എന്തോ ഒരു പ്രയാസം പോലെ. രാത്രിയൊക്കെ അലീനയുടെ കാര്യം ആലോചിച്ച് ബാലചന്ദ്രൻ ഉറക്കമില്ല. പല തവണയും പാതിരാത്രിക്കൊക്കെ എണീറ്റ് വെള്ളമൊക്കെ കുടിക്കുന്ന കാണുന്ന സമയത്ത് വൈജയന്തി ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, ആ പെണ്ണ് ഇവിടെ പോയതിൽ നിങ്ങൾക്ക് ഇത്ര സങ്കടം വരേണ്ട കാര്യം എന്താ? സ്വന്തം ഭാര്യയും മക്കളും ഇവിടെ ഉള്ളപ്പോൾ ഒരു വീട്ടുവേലക്കാരി പെണ്ണ് ഇവിടെ നിന്ന് പോയതിൽ നിങ്ങൾക്ക് എന്താ ഇത്ര പ്രശ്നം? നിങ്ങൾ തുറന്നു പറയൂ, നിങ്ങൾക്ക് എന്താ കാര്യം? ഞാൻ ഇവിടെ നിന്ന് പോയി തരണോ? ഞങ്ങളുടെ മക്കൾ ഇവിടെ നിന്ന് പോയി തരണോ? എങ്കിലേ നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അവൾക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാമല്ലോ. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് താൻ മകളെ പോലെ സ്നേഹിക്കുന്ന ആ അലീനയെ ചേർത്ത് വെച്ച് തൻ്റെ ഭാര്യ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ബാലചന്ദ്രന്റെ മാനസിക നില തെറ്റി വൈജയന്തിയുടെ മുഖത്ത് ഒരടി അങ്ങ് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഒരിക്കലും നന്നാവില്ലെന്ന് എനിക്കറിയാം വൈജയ്. നിന്റെ മനസ്സ് എത്രത്തോളം വിഷമുള്ളതാണെന്നും എനിക്കറിയാം. ആ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ചേർത്ത് വെച്ചിട്ട് നീ എന്ത് മോശമാണ് പറയുന്നത്? ഇതൊക്കെ ഒരു ദിവസം നീ തന്നെ ആലോചിച്ച് കരയേണ്ടി വരും വൈജയ്. അല്ലെങ്കിലും നീ എത്ര നല്ലവളാണോ? നീ എന്നെ പറയാൻ നിനക്ക് എന്ത് അർഹതയാണുള്ളത്? ഞാൻ ഇവളെ കൂടെയെങ്കിലും കിടക്കട്ടെ. പക്ഷേ നീ എന്നെ കല്യാണത്തിന് മുമ്പ് വഞ്ചിച്ചു. 22 വർഷങ്ങൾ നീ എൻ്റെ കൂടെ താമസിച്ചിട്ട് ആ ഒരു സത്യം നീ എന്നോട് തുറന്നു പറഞ്ഞില്ല. നീ ഒരു കൊച്ചിനെ പിഴച്ചു പ്രസവിച്ചവളല്ലേ? എന്നിട്ട് നീ അത്ര പുണ്യവതിയാണോ? എന്നെ ശകാരിക്കാൻ മാത്രം നല്ലവളൊന്നും അല്ലല്ലോ നീ കാണിച്ചു കൂട്ടിയ പ്രവൃത്തിയെല്ലാം ഞാൻ അറിഞ്ഞു. 22 വർഷം ഞാൻ നിന്നെ അത്രമേൽ സ്നേഹിച്ചു. എൻ്റെ മക്കൾക്ക് നീ ജന്മം നൽകിയത് മനസ്സുകൊണ്ടായിരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നീ എന്നെ അല്ലെങ്കിൽ 22 വർഷം നിന്റെ ഭർത്താവായിട്ട് കൂടെ ഉണ്ടായിരുന്നിട്ട് ഒരു സ്നേഹത്തോടെ ഒരു വാക്ക്, ബാലേട്ടാന്നൊരു വാക്ക് നീ എന്നെ വിളിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്നേഹത്തോടെ ഒരു ദിവസം ഭക്ഷണം തരികയോ എന്നോട് സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? നിന്റെ മനസ്സ് ഫുള്ളും ഈഗോ ആയിരുന്നു, താനന്ദ ഭാവമായിരുന്നു. നിനക്ക് മറ്റാരുടെയും സഹായം വേണ്ട എന്നായിരുന്നു. അപ്പോഴും ഞാൻ നിന്നെ കുറ്റം പറഞ്ഞില്ല. കാരണം നിന്റെ സ്വഭാവം അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ നീ ഒരു വലിയ സത്യം മൂടി വച്ചിട്ടാണ് നീ പുറമേ ഇങ്ങനെ നാടകം കളിക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല വൈജയ്. അതുകൊണ്ട് ഇനിമേലാൽ ബാലചന്ദ്രനെ ഭരിക്കാൻ വൈജയന്തി വരേണ്ട ആവശ്യമില്ല. ഒറ്റയടിക്ക് നിന്നെ എനിക്ക് കൊല്ലാമായിരുന്നു. പക്ഷേ ബാലചന്ദ്രൻ അത് ചെയ്യില്ല. നീ ഇഞ്ചിഞ്ചായി വേദനിക്കുന്നത് എനിക്ക് കാണണം. ഞാൻ തന്ന സ്നേഹത്തിന് പകരം നീ എന്നോട് കാണിച്ച ചതിക്ക് നീ ഇഞ്ചിഞ്ചായി അനുഭവിക്കും.
എന്നിങ്ങനെ പറയുന്ന സമയത്ത് ബാലചന്ദ്രൻ തൻ്റെ പഴയ കഥകൾ ആരാണോ അറിയണ്ട എന്ന് ആഗ്രഹിച്ചത് ആ ഒരു മനുഷ്യൻ തന്നെ ഈ തൻ്റെ പഴയ ചരിത്രം അറിഞ്ഞിരിക്കുന്നു. ആ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവൾക്ക് വല്ലാതെ അങ്ങ് അവളുടെ മാനസിക നില തെറ്റി അവൾ ഓടിച്ചെന്ന് റൂമിലേക്ക് കഥ അടയ്ക്കുന്നുണ്ട്. അവിടെ നിന്നും ബാലചന്ദ്രൻ തന്നെയാണ് തൻ്റെ ഭാര്യയെ വെറുക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ബാലചന്ദ്രൻ ഒരിക്കലും വൈജയന്തിയെ വെറുക്കാൻ കഴിയില്ല. അവിടെ ചെന്ന് റൂം തുറന്നതിന് ശേഷം അവളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വൈജയ്, ഞാൻ നിന്നെ ഒരിക്കലും വെറുക്കില്ല, പക്ഷേ നീ എന്നോട് കാണിച്ച ചതിയുണ്ടല്ലോ, നിനക്ക് അതെങ്കിലും അറിഞ്ഞു വച്ചിട്ട് എന്നെ ഒന്ന് സ്നേഹിച്ചുകൂടായിരുന്നോ? അല്ലെങ്കിൽ 22 വർഷം ഞാൻ നിൻ്റെ കൂടെ താമസിച്ചില്ലേ? നിന്നെ ഞാനൊന്ന് തൊട്ടുപോലും നോവിച്ചിട്ടുണ്ടോ? ഒരു വാക്ക് കൊണ്ട് പോലും നോവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നിനക്ക് എന്നോട് ആ ഒരു സത്യമെങ്കിലും തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? പക്ഷേ നീ അത് ചെയ്തില്ല. എന്നെ കൂടുതൽ ഭരിക്കാൻ മാത്രമാണ് നീ നിന്നത്. നിൻ്റെ ഒരു സ്നേഹം പോലും എനിക്ക് തന്നില്ല. ഞാൻ നിന്നോട് എങ്ങനെയെങ്കിലും പ്രതികരിക്കണ്ടേ വൈജയ് എന്ന് ചോദിക്കുമ്പോൾ വൈജയ് അങ്ങ് പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. എന്നിട്ടും ബാലചന്ദ്രൻ അലീനയാണ് താൻ പ്രസവിച്ച, താൻ മരിച്ചുപോയി എന്ന് കരുതിയ സ്വന്തം മകളാണ് എന്ന് വൈജയോട് പറഞ്ഞില്ല. അതിനുശേഷം വൈജ തിരിച്ച് ഗംഗാധര മേനോനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഗംഗാധര മേനോനെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഗംഗേട്ടാ, എൻ്റെ മകള് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഗംഗാധര മേനോൻ ആകെ അങ്ങ് വല്ലാതായി പോകുന്നുണ്ട്. എന്താ വൈജയ്, എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചതിന് ഒരു ഉത്തരം മാത്രം ഗംഗേട്ടൻ തന്നാൽ മതി. എൻ്റെ മകള് ജീവിച്ചിരിക്കുന്നുണ്ടോ ഗംഗേട്ട? അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, ഉണ്ട് വൈജയ്, ഉണ്ട്. അന്ന് അച്ഛൻ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അച്ഛൻ ആ ഒരു കൊടും ക്രൂരത ചെയ്തില്ല. അച്ഛനെ കൊണ്ട് അതിന് കഴിയില്ല. അച്ഛൻ ആ കുഞ്ഞിനെ ഒരു ഓർഫണേജിൽ എത്തിച്ചു. പക്ഷേ 3 വയസ്സ് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് മരിച്ചുപോയി എന്നാണ് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത്. പിന്നെ അതിനെപ്പറ്റി ഒന്നും ഞങ്ങൾക്കറിയില്ല എന്ന് ഗംഗാധര മേനോൻ പറയുന്നുണ്ട്. അവിടെയും ഗംഗാധര മേനോൻ തൻ്റെ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നും അത് അലീനയാണ് എന്നും വൈജയന്തിയോട് പറഞ്ഞില്ല. അവിടെ നിന്ന് വലിയ സങ്കടത്തോടു കൂടിയാണ് വൈജയന്തി തിരിച്ചു വരുന്നത്. എന്നിട്ട് പലയിടത്തും അന്വേഷിച്ചു, പല ഓർഫനേജിലും കയറി ഇറങ്ങി. താൻ പ്രസവിച്ച ആ ഒരു 22 വർഷങ്ങൾക്ക് മുമ്പ് ആ ഹോസ്പിറ്റലിൻ്റെ അടുത്തുണ്ടായിരുന്ന എല്ലാ ഓർഫനേജിലും വൈജയന്തി കയറി ഇറങ്ങി അന്വേഷിച്ചു. 1-2 സ്ഥലത്ത് പോയതിന് ശേഷം അവിടെ നിന്നൊന്നും കിട്ടിയില്ല. അപ്പോൾ അടുത്താണ് ബ്രിജിത മാം നടത്തുന്ന ആ ഒരു ഓർഫനേജിലേക്ക് പോകുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് അവരൊരു ബുക്ക് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബ്രിജിത മമ്മിയായിരുന്നു പഴയ ഇവിടുത്തെ ഓർഫനേജ് നടത്തിയിരുന്നത്. അവരിന്ന് ജീവിച്ചിരിപ്പില്ല എന്ന കാര്യവും വൈജയന്തിയോട് പറഞ്ഞു. അവരുണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ആ കുഞ്ഞിനെ കണ്ടുപിടിക്കാമായിരുന്നു എന്നും. എന്നിട്ട് അവർ ആ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ വൈജയന്തി ഓരോ പേജായിട്ട് മറിച്ച് നോക്കുന്നുണ്ട്. അവിടെ അലീനയുടെ പേരും കാണുന്നുണ്ട്. ഇടയ്ക്ക് എപ്പോഴും ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ബിർജിത മാമിൻ്റെ കാര്യം. ഇവിടെ ആയിരുന്നോ? അപ്പോൾ എൻ്റെ കുഞ്ഞ് എന്തായാലും ഇവിടെ വരാൻ ചാൻസ് ഇല്ല. വീണ്ടും അവളിങ്ങനെ ബുക്ക് പരിശോധിക്കുന്ന സമയത്ത് അലീന വന്ന ദിവസവും വർഷങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അവളുടെ മനസ്സിൽ വല്ലാതെ ചെറിയൊരു സംശയമൊക്കെ ഉണ്ട്. എങ്കിലും ഒരിക്കലും അലീന തൻ്റെ മകളാണ് എന്ന് വിശ്വസിക്കാനായിട്ട് അവൾക്ക് സാധിച്ചില്ല. അവിടെ നിന്നും വല്ലാത്ത വിഷമത്തോടു കൂടിയാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. ബാലചന്ദ്രൻ തൻ്റെ സത്യങ്ങളെല്ലാം അറിഞ്ഞു. എന്നിട്ടും തന്നെ ഇപ്പോൾ അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ രണ്ടുപേരും വലിയ സ്നേഹത്തിലാണ് ഇപ്പോൾ കഴിയുന്നത്. അങ്ങനെ ഒരു ദിവസം രാത്രി ബാലചന്ദ്രന് നെഞ്ചുവേദന വരുന്നുണ്ട്. നെഞ്ചുവേദന വന്ന് ബാലചന്ദ്രനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ബാലചന്ദ്രന് ബോധം വന്ന പാടെ ബാലചന്ദ്രൻ മനുവിനോട് പറയുന്നത്, മനു, എനിക്ക് അലീന മോളെ കാണണമെന്നായിരുന്നു. ഇത് കേൾക്കുന്ന വൈജയന്തിക്ക് വല്ലാതെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. തൻ്റെ ഭർത്താവ് ഇപ്പോഴും ബോധം വന്നപ്പോൾ എന്നെപ്പോലും അല്ലെങ്കിൽ മക്കളെപ്പോലും സ്വന്തം മക്കളെ പോലും കാണണമെന്നല്ല ആഗ്രഹിച്ചത്, ആ ഒരു വീട്ടുവേലക്കാരിയായ അലീനയെ കാണണമെന്നായിരുന്നു. അപ്പോൾ അവൾക്ക് വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ മനുവിനോട് അവൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. എന്താ മനു അയാൾ പറയുന്നത്? ആ വീട്ടുവേലക്കാരിയെ കാണണമെന്നോ? അയാൾക്ക് ഇത് എന്തിൻ്റെ കുഴപ്പമാണ്? ഈ ഒരു അവസ്ഥയിൽ കിടന്നിട്ടും അയാൾക്ക് സ്വന്തം ഭാര്യയെ കാണണമെന്നോ സ്വന്തമായിട്ട് ജനിപ്പിച്ച മക്കളെ കാണണമെന്നോ അയാൾക്ക് ആഗ്രഹമില്ല. അവൾ എന്ത് കൈവശമാണ് അയാൾക്ക് കൊടുത്തിരിക്കുന്നത് എന്ന്. അപ്പോൾ മനു പറയുന്നുണ്ട്, ആൻറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ നമുക്കൊരിക്കലും തിരിച്ചെടുക്കാനായിട്ട് കഴിയില്ല എന്ന്. അങ്ങനെ മനു നേരെ അലീനയെ വിളിക്കുന്നുണ്ട്. അലീനയോട് പറയുന്നുണ്ട്, അലീന, എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണം. എന്തു പറ്റി മനുവേട്ട, എന്താ കാര്യം എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, അലീന, അത് അങ്കിളിനൊരു നെഞ്ചുവേദന വന്നു, ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, നിന്നെ ഒന്ന് കാണണം അങ്കിളിന്.
അപ്പോൾ അലീനയ്ക്ക് വല്ലാതെ അങ്ങ് വിഷമം വരുന്നുണ്ട്. എന്ത് പറ്റി മനുവേട്ടാ, എന്താ അച്ഛൻ ഇത്ര പെട്ടെന്ന് നെഞ്ചുവേദന വരാനുള്ള കാരണം? ഞാൻ വരുന്ന സമയത്ത് അച്ഛന് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ മനുവേട്ടാ. അയ്യോ, എനിക്ക് എൻ്റെ അച്ഛനെ കാണണം, ഞാൻ എവിടെയാണ് വരേണ്ടത്, ഏത് ഹോസ്പിറ്റലിലാണ് അച്ഛൻ കിടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് വരാം, നീ എറണാകുളത്ത് വന്നാൽ മാത്രം മതിയെന്ന്. അങ്ങനെ അലീന ലാലച്ചനോട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ലാലച്ചൻ പറയുന്നുണ്ട്, മോളെ ഞാൻ കൂടെ വരാം, നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് കഴിയില്ല. അല്ല അച്ഛാ, മനുവേട്ടൻ എറണാകുളത്തേക്ക് വരുമെന്നാണ് പറഞ്ഞത്. വേണ്ട മോളെ, മനുവിനോട് വിളിച്ച് പറയുക, ഞാൻ കൊണ്ടാക്കാമെന്ന്. അങ്ങനെ മനുവിനോട് പറയുന്നുണ്ട്, മനുവേട്ട ഇവിടെ അച്ഛൻ പറയുന്നത് എന്നെ ഹോസ്പിറ്റലിൽ അച്ഛൻ തന്നെ കൊണ്ടുപോകാമെന്നാണ്. അങ്ങനെ അതിനെ തുടർന്ന് അലീനയും ലാലച്ചനും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. ഒരു കാർ വന്ന് നിൽക്കുന്നതും അതിൽ നിന്ന് അലീന ഇറങ്ങുന്നതും വൈജയന്തി കാണുന്നുണ്ട്. പക്ഷേ അപ്പുറത്തെ സീറ്റിൽ ഇരുന്നിട്ട് ലാലച്ചൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾക്ക് അടക്കാൻ ആ ഒരു ദേഷ്യമുണ്ട്. 22 വർഷങ്ങൾക്ക് ശേഷം തന്നെ ചതിച്ച ആ ഒരു പുരുഷനെ കാണുമ്പോൾ അവൾക്ക് എന്താണെന്നറിയില്ലാത്ത ഒരു ദേഷ്യമാണ്. പെട്ടെന്ന് തന്നെ അലീന വരുമ്പോൾ അവൾ നേരെ കയറി നിന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാടി നീ വന്നത്? ഓ, അതാരാ നിൻ്റെ? ഇപ്പോൾ ഇയാളുടെ കൂടെയാണോ നിൻ്റെ താമസം എന്ന് ചോദിക്കുമ്പോൾ അലീനയ്ക്ക് വല്ലാതെ അങ്ങ് സങ്കടമാവുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതെ, ഇയാളുടെ കൂടെ തന്നെയാണ് ഇപ്പോൾ താമസം, എന്താ നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ പറയുന്നുണ്ട്, ഇതിന് മാത്രം നിനക്ക് എന്ത് സൗന്ദര്യവാടി ഉള്ളത്? നീ മനുവിനെ മയക്കിയെടുത്തു, എൻ്റെ ഭർത്താവിനെ മയക്കിയെടുത്തു, ഇപ്പോൾ അയാളെയും കൂടെ മയക്കിയെടുത്തു, നിനക്ക് നാണമില്ലേടി ഇങ്ങനെ അഴിഞ്ഞാടി നടക്കാനെന്ന്. അപ്പോൾ അലീന അവരുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്, ആരാ അഴിഞ്ഞാട്ടക്കാരി? അതെ, എന്നെക്കൊണ്ട് നിങ്ങളെ പറയിപ്പിക്കണോ? അതാരാണെന്ന് നിങ്ങൾക്കറിയാവോ? എൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ അവൾ വല്ലാതൊരു ഞെട്ടലോട് കൂടി അലീനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് വെറുതെ ആയിരിക്കും പറഞ്ഞത് എന്ന ഉദ്ദേശത്തിൽ ചോദിക്കുന്നുണ്ട്, എന്താ നീ പറഞ്ഞത്? നിൻ്റെ അച്ഛനെന്നോ? നിൻ്റെ അമ്മയാര്, നിൻ്റെ അച്ഛനാരെന്ന് അറിഞ്ഞുകൂടാത്ത നീ ഏതോ ഒരുത്തി പിഴച്ച് പ്രസവിച്ചവൾ, എന്നിട്ട് ഇപ്പോൾ കണ്ടവരെ പറയുന്നു അച്ഛനെന്ന്. അപ്പോൾ അലീന മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്, ആരാ പിഴച്ച് പെറ്റവൾ? എൻ്റെ അച്ഛൻ തന്നെയാണിത്. അപ്പോൾ എൻ്റെ അമ്മ ആരായിരിക്കുമെന്ന് നിങ്ങളോട് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയണോ എന്ന് പറയുമ്പോൾ അവൾക്ക് വല്ലാതെ അങ്ങ് ഒരു മാനസിക നിലയൊക്കെ തെറ്റി കരഞ്ഞ് വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്നിട്ട് അലീന ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. ആ സമയത്ത് പുറത്ത് നിന്ന് അവൾ വല്ലാതെ അങ്ങ് സങ്കടത്തോടു കൂടി മനു തിരിച്ചു വരുന്ന മനുവിനെ അവൻ്റെ ഷർട്ടിൽ കുത്തി പിടിച്ചുകൊണ്ട് അവൾ ചോദിക്കുന്നുണ്ട്, മനു, അലീന ആരാ മനു? അവൾ എന്നോട് ഇപ്പോൾ ബാലചന്ദ്രനെ കാണാൻ പോകുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു, എൻ്റെ മകളാണ് എന്ന്. അവൾ എന്തിനാ മനു എന്നോട് അങ്ങനെ പറഞ്ഞത്? എൻ്റെ മകളാണോ? ഞാൻ 22 വർഷങ്ങൾക്ക് മുമ്പ് പ്രസവിച്ച ഞാൻ മരിച്ചുപോയി എന്ന് കരുതിയ എൻ്റെ സ്വന്തം മകളാണോ മനു അവൾ? എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന്. അപ്പോൾ മനു പറയുന്നുണ്ട്, അതെ ആൻറ്റി 22 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി എന്ന് കരുതിയ ആൻറ്റിയുടെ സ്വന്തം മകൾ തന്നെയാണ് അലീന. അങ്കിളിന് ആ ഒരു സത്യം അറിയാം. അങ്കിള് ഒരിക്കലും ആൻറ്റിയോട് അലീനയാണ് തൻ്റെ മകളെന്ന് പറഞ്ഞിട്ടില്ല. ആൻറ്റിയുടെ മാനസിക നില എങ്ങനെയാവോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്കിൾ ഇത്രയും നാളും ആ കാര്യം പറയാത്തത്. പക്ഷേ അങ്കിൾ അലീനയെ സ്വന്തം മകളെ പോലെ കണ്ടു. ഇതൊക്കെ കേൾക്കുമ്പോൾ വൈജയന്തിക്ക് വല്ലാതെ അങ്ങ് സങ്കടമാണ്. താൻ ഇത്രയും നാളും ബാലചന്ദ്രനെ കുറ്റപ്പെടുത്തി, തൻ്റെ മകളെയും ബാലചന്ദ്രനെയും ചേർത്ത് വെച്ച് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതൊക്കെ ആലോചിക്കുമ്പോൾ അവൾക്കിനി ജീവിച്ചിരിക്കണമെന്ന് തന്നെ ആഗ്രഹമില്ല. ആ സമയത്ത് ഗംഗാധര മേനോനും എല്ലാവരും ബാലചന്ദ്രനെ ഹോസ്പിറ്റലിലേക്ക് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഗംഗാധര മേനോൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചതിന് ശേഷം ദേഷ്യത്തോടു കൂടി വൈജയന്തി ചോദിക്കുന്നുണ്ട്, അലീനയാണോ ഗംഗേട്ട എൻ്റെ മകള്? ഞാൻ മരിച്ചു എന്ന് കരുതിയ എൻ്റെ പൊന്നുമോളാണോ ഗംഗേട്ട അലീന? അപ്പോൾ ഗംഗാധര മേനോനും പറയുന്നുണ്ട്, അതേ വൈജയ്, നിൻ്റെ മകൾ തന്നെയാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എന്നോട് ഈ ചതി ചെയ്തത് നിങ്ങളെല്ലാവരും കൂടെ? അപ്പോൾ ഗംഗാധര മേനോൻ പറയാണ്, ഞങ്ങളല്ല വൈജയ്, അന്ന് അച്ഛനും രാമുണ്ണി മാമനും കൂടെയാണ് അന്ന് അലീനയെ ഓർഫനേജിലേക്ക് കൊണ്ടെത്തിച്ചത്. അവിടെ അവർ തന്നെയാണ് അവളെ വളർത്തിയത്. അവസാനം ആ അച്ഛൻ മരിക്കുന്ന സമയത്ത് അമ്മയെ നോക്കാനെന്ന വ്യാജേനയാണ് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയെങ്കിലും നിൻ്റെ അടുത്ത് അവളെ വളർത്താമല്ലോ എന്ന് അച്ഛൻ വിചാരിച്ച് കാണും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് വല്ലാതെ അങ്ങ് സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എങ്കിൽ എൻ്റെ മകൾ ജീവിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ബാലചന്ദ്രനെ ചതിക്കില്ലായിരുന്നു, ഒരിക്കലും ഞാൻ മറ്റൊരു വിവാഹത്തിന് തയ്യാറാവില്ലായിരുന്നു. ഞാൻ എൻ്റെ മകളും കൂടെ എവിടെയെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലെങ്കിലും കഴിഞ്ഞുകൂടിയേനെ. പക്ഷേ നിങ്ങളെല്ലാവരും കൂടെ എന്നെ ചതിച്ചു. എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടും മറ്റൊരു പുരുഷനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിച്ചു. എനിക്കിതൊന്നും ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. അവളുടെ മാനസിക നിലയൊക്കെ ആകെ തെറ്റി അവിടെ നിന്ന് എല്ലാവരോടും ദേഷ്യപ്പെട്ട് കാറെടുത്ത് നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. റൂമടച്ചിരിക്കുന്ന വൈജയന്തി ഇങ്ങനെ വല്ലാതെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവളുടെ മാനസിക നില ആകെ അങ്ങ് താളം തെറ്റുന്നുണ്ട്.
പുറകെ തന്നെ മനുവും അലീനയും ഗംഗാധര മേനോനും ഓടി വരുന്നുണ്ട്. കതക് തട്ടി പൊളിച്ചു തന്നെയാണ് അകത്തേക്ക് കയറുമ്പോൾ അവൾ ആകെ ഭ്രാന്തിയായിട്ടുണ്ടായിരിക്കും. അവിടെ നിന്ന് നേരെ വൈജയന്തിയെ ഹോസ്പിറ്റലിലേക്ക് മനു എത്തിക്കുന്നുണ്ട്. അവിടെ അലീന തന്നെയാണ് വൈജയന്തിയെ നോക്കാനായിട്ടിരിക്കുന്നത്. അലീനയെ കാണുമ്പോഴെല്ലാം വൈജയന്തിക്ക് താൻ പ്രസവിച്ച ആ ഒരു അപ്പോഴുള്ള കുഞ്ഞിൻ്റെ രൂപമാണ്. അവൾ ആ കുഞ്ഞിനെ എങ്ങനെയാണോ ലാളിക്കുന്നത് അതുപോലെയാണ് അവൾ അലീനയെ ലാളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ അലീനയ്ക്കും വല്ലാതെ സങ്കടമാവുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് വൈജയന്തി പഴയ നിലയിലേക്ക് വരുന്നതും തൻ്റെ മകളെ അംഗീകരിക്കുന്നതും തൻ്റെ മകളെ സ്വന്തം മകളായിട്ട് അവൾ സ്നേഹിച്ചു തുടങ്ങുന്നതുമല്ല. അങ്ങനെ ബാലചന്ദ്രനും തൻ്റെ മകളെ അംഗീകരിച്ചല്ലോ എന്നിങ്ങനെ മനസ്സ് നിറഞ്ഞാണ് അവൾ ചിന്തിക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രനും അലീനയും ബാക്കി മക്കളും വൈജയന്തിയുമായിട്ടുള്ള സന്തോഷ നിമിഷങ്ങളായിരുന്നു. അതിനിടയ്ക്കാണ് പെട്ടെന്ന് വീണ്ടും ബാലചന്ദ്രന് അറ്റാക്ക് വരുന്നതും ബാലചന്ദ്രനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നതും. പഴയ നിലയിലേക്ക് ബാലചന്ദ്രൻ തിരിച്ചു വരുമെന്ന് വിചാരിക്കുന്ന വൈജയന്തിക്ക് മുമ്പിൽ എത്തുന്ന വാർത്ത എന്ന് പറയുന്നത് ബാലചന്ദ്രൻ മരണത്തിന് കീഴടങ്ങി എന്നായിരുന്നു. അങ്ങനെ കണ്ണ് നിറയുന്ന എപ്പിസോഡുകളാണ് ഇനി മഴ തോരും മുമ്പേൽ വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴ തോരും മുമ്പേയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.